പ്രസിദ്ധമായ കൊല്ലം പന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് കാട്ടിൽ മേക്കതിൽ അമ്മയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തിയത്. നവംബർ 16 മുതൽ ആരംഭിച്ച് 12 ദിവസം നീണ്ടുനിന്ന വൃശ്ചികോത്സവത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തരാണ് കാട്ടിൽ മേക്കതിൽ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത്. വൃശ്ചിക മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. ഭദ്രകാളി രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത്. കാട്ടിലമ്മയുടെ സന്നിധിയിലെത്തി മണികെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. ഉത്സവത്തിന്റെ തിരക്കെന്ന് പറഞ്ഞാൽ നാനാ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മണികെട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതിന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും ഇവിടെ വന്ന് അനുഗ്രഹം തേടി പോയിട്ടുള്ളത്. അതിന് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ജനപ്രവാഹമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് 5 മണിക്ക് തുടങ്ങി 12 മണിക്കും 12 മണി കഴിഞ്ഞതിന് ശേഷം അമ്പലം അടയ്ക്കുകയും വൈകിട്ട് 5 മണിക്ക് തുടങ്ങി സന്ധ്യയ്ക്ക് 8 മണിക്ക് അടയ്ക്കുകയും ചെയ്യുകയാണ്. ഈ സമയങ്ങളിലെല്ലാം പൊങ്കലിടുകയും മണികെട്ടുകയും മറ്റു വഴിപാടുകൾ നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ ഇപ്പോൾ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻകടവിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിലെത്താം. ലക്ഷക്കണക്കിന് ഭക്തരാണ് വൃശ്ചികോത്സവ നാളുകളിൽ കാട്ടിൽ മേക്കതിൽ അമ്മയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തിയത്. ജനം, കൊല്ലം.